ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്നും വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. കാരണം എൻ്റെ കുട്ടികളുടെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ചിലപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും അവർക്ക് വേണ്ടി മാത്രം ഒരു ദിവസം ഞാൻ മാറ്റി വയ്ക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ദിവസം. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. സാധാരണ ഞാനും ഹസ്ബൻഡോട് കൂടിയിട്ട് കുട്ടികളെയും കൂടി ജസ്റ്റ് നൈറ്റ് ഫുഡ് കഴിക്കാൻ പോവുക, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവുക. അതിനപ്പുറത്തേക്ക് കുട്ടികളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഇതാദ്യമാണ് കേട്ടോ. പിന്നെ അർജൻറ്റീന തോറ്റ കാര്യം എൻ്റെ മോൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സമ്മതിക്കില്ല കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ലാഫൻഡ ഫാമിലി സലൂൺ. സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ ഫസ്റ്റ് ജേണി. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു ഫാമിലി സലൂണിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണെങ്കിലും ഒരു സ്റ്റാഫായിട്ട് കയറിയൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ അവിടെ നിന്നും ഇപ്പോൾ കാണാൻ പോകുന്ന എൻ്റെ സ്വന്തം സലൂണിലേക്കുള്ള ദൂരം വളരെ വലുതായിരുന്നു. കാരണം വല്ലാത്തൊരു ഡ്രീമായിരുന്നു സ്വന്തമായിട്ടൊരു ഫാമിലി സലൂണൊക്കെ തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ തുടങ്ങാൻ പറ്റിയതിലൊക്കെ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം എൻ്റെ കുട്ടികൾ എന്താ പറയുക, വളരെ സ്വതന്ത്രമായിട്ട് എൻ്റെ ഷോപ്പിലൊക്കെ ഓടി നടക്കുന്നത് കാണാനായിട്ട് വളരെയധികം സന്തോഷമാണ് കേട്ടോ. പിന്നെ ഈ ഉണ്ടക്കനായിട്ട് നോക്കുന്നവനുണ്ടല്ലോ, ഇവൻ ആളത്ര ശരിയല്ല. കാരണം ഇവൻ ഈ ഷോപ്പിൽ വന്ന് മുടിവെട്ടൽ വളരെ കുറവാണ് കേട്ടോ. തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയിട്ട്, വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് മുടിവെട്ടാറാണ് പതിവ് കേട്ടോ ആശാൻ. പിന്നെ ഇത് കണ്ടില്ലേ, ഈ തുള്ളൽ ആരൊക്കെ ഉണ്ടെങ്കിലും കൊച്ചിന് ഒരു നാണവും ചമ്മലും ഇല്ല കേട്ടോ. വേടൻ്റെ പാട്ട് കേട്ട ആളൊന്ന് തുള്ളും. തുള്ളിയെ കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് നല്ല വിശപ്പായി. അപ്പോൾ തുടങ്ങി പറയുന്നുണ്ട്, അമ്മ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഞാൻ നോക്കി, നമുക്കൊന്നല്ലെങ്കിൽ ബിരിയാണി കഴിക്കാം അല്ലെങ്കിൽ മന്തി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേർക്കും അത് വേണ്ട. അവർ പറഞ്ഞു ഫ്രൈഡ് ചിക്കൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, ഇന്ന് അവരുടെ ദിവസമാണല്ലോ. അപ്പോൾ ഞങ്ങൾ പറവൂരുള്ള ചിക്കനിലാണ് കേട്ടോ വന്നത്. കാരണം വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് അവിടെ ഓൾറെഡി ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരും നല്ല സ്റ്റണ്ട് തുടങ്ങി. വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. ഇവർ സ്നേഹിക്കുന്നത് എനിക്ക് തോന്നുന്നു കിടന്നുറങ്ങുമ്പോൾ മാത്രമാണ്. കിടന്നുറങ്ങുമ്പോൾ പിന്നെ അറിയാണ്ട് കൈയും കാലൊക്കെ മേത്തൊക്കെ ഇടുമ്പോൾ ഒരു സ്നേഹം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും സ്റ്റണ്ടാണ് കേട്ടോ. ഫുഡൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചു. കാരണം ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. സാധാരണ ഞാനും ഹസ്ബൻഡും കൂടി ഉണ്ടാകുമ്പോൾ തികയാറില്ല. പക്ഷേ ഇന്ന് നല്ല അസലായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ച് ഷോപ്പിലേക്ക് വന്നു കേട്ടോ. വൈകുന്നേരം വേറൊരു പ്ലാൻ ഉണ്ടേ. അപ്പോൾ ഞാൻ കരുതി നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ നേരത്തെ ഞങ്ങൾ നെയിലൊക്കെ ചെയ്തു. പിന്നെയുള്ള പ്ലാനാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ നേരെ പോയത് പറവൂരുള്ള പാർക്കിലേക്കാണ് കേട്ടോ. എപ്പോഴും പറയും പിള്ളേർ, അമ്മ പാർക്കിൽ പോകാനൊക്കെ. ഇളയവനാണ് കേട്ടോ എപ്പോഴും പറയുക പാർക്കിൽ പോകാമെന്ന്. കാരണം അവനെ അധികം ഒന്നും പാർക്കിലേക്ക് അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, ഇന്ന് എന്തായാലും അവരെയും കൊണ്ടൊക്കെ പോകാമെന്നൊക്കെ കരുതിയിട്ട് ഓക്കെ, അവരിഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ കരുതി പാർക്കിലൊക്കെ പോയി കുറേ നേരമൊക്കെ കളിച്ചു. കളിക്കണതൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ഒരു പാർക്കിലൊക്കെ പോയി കളിച്ചായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും ഒന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും കോഫി കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്നും വേണ്ട, അമ്മ പിസ്സ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡൊമിനോസിൽ പോയി പിസ്സയൊക്കെ ഓർഡർ ചെയ്തു. പക്ഷേ പിസ്സ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കൊള്ളില്ലായിരുന്നു. കുട്ടികളും കഴിച്ചില്ല, എനിക്കും വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇരുട്ടായപ്പോഴേക്കും ഞങ്ങളെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. അത്രയേ ഉള്ളൂ.